ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പയറ് കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അത് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി പയർ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പയറും കടലയൊക്കെ ഇതുപോലെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇനി ഒരു 5-6 കഷ്ണം കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ഒടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പയർ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പയർ കുതിർത്തിട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ മതിയാകും. ഇനി പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ജാറിനകത്തോട്ട് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പയർ ആ ഒരു സമയം കൊണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പയർ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു കരണ്ടി കൊണ്ടിട്ട് പയർ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നതിനായിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വരുന്ന സമയം കുറുകി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുക. പയറിനകത്ത് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടി നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കാം. ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ താളിപ്പ് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പയറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചോറിനും കൂടെ കഴിക്കേണ്ടത് കാരണമാണ് ഞാനിവിടെ മുളക് പൊടി സ്വല്പം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ചോറിനും കാപ്പിക്കും ഈ ഒരു കറി ഒരുപോലെ കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കാനായിട്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.